സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ മൺപിലാവ് വെള്ളച്ചാട്ടത്തിലാണ് നിൽക്കുന്നത്. നോക്കി എന്നാ വ്യൂ എന്ന് നോക്കി, അടിപൊളി. ഇവിടെ ഒരൊറ്റ മനുഷ്യരില്ല, ഞാനും ഒപ്പം മാത്രമേ ഉള്ളൂ. ഞങ്ങളിവിടെ ഇവിടെ ഒരു സ്ഥലം നോക്കാൻ വേണ്ടി, നമ്മുടെ ഫെൻസിങ്ങിൻ്റെ ഒരു സ്ഥലം നോക്കാൻ വേണ്ടി എത്തിയ സമയത്താണ് ഇവിടെ ഇത് ഉള്ളത് അറിഞ്ഞതും. ഇവിടെ നേരത്തെ കേട്ടിട്ടുണ്ട്, ആ സമയത്താണ് ഞാൻ ചുമ്മാ ഒന്ന് ഇറങ്ങി വരാം, ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയത്. പക്ഷേ ഇത് റോഡിൽ നിന്ന് നല്ല ദൂരമുണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ വേണ്ടി. റോഡിൽ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ എങ്കിലും വരും. അത് ഫുൾ ഓഫ് റോഡാണ്, നമുക്ക് നടന്ന് വരാനേ പറ്റത്തുള്ളൂ. വണ്ടിയൊന്നും ഇങ്ങോട്ട് വരാൻ അവർ അനുവദിക്കുന്നതല്ല, നമുക്ക് നടന്ന് തന്നെ വരണം. നടന്ന് എത്തുമ്പോൾ ഒരു അടിപൊളി വ്യൂ ആയിരിക്കും നമ്മളിവിടെ കാത്തിരിക്കുന്നത്. വെള്ളം കുറവാണ്, പക്ഷേ നമുക്ക് കണ്ടുണ്ട് ഇവിടെ കല്ലൊക്കെ വെച്ച് അഴുക്കി വെള്ളം കെട്ടി നിർത്തിയേക്കാണ്. സൂക്ഷിച്ചൊക്കെ പോകണം, പായലും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അമ്മേ ഓക്കെ കണ്ടോ, ഇങ്ങനെയാണ് വരേണ്ടത്. കണ്ടോ, ഇതൊരു നമ്മുടെ ഇങ്ങനെ കാട്ടിനകത്തുള്ളൊരു വഴിയാണ്, നടന്ന് വരണം. ഒരു മനുഷ്യരും ഇല്ല. ഇപ്പോൾ വീക്കെൻഡ് മാത്രം നിൽക്കുന്ന ഇവിടെ ആൾക്കാർ എപ്പോഴും ഉള്ളത്. ഈ സമയത്ത് ഇവിടെ ഒറ്റ മനുഷ്യർ പോലും ഇല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. നോക്കിയേ എന്ത് പീസ്ഫുള്ളായിട്ടുള്ള ഏരിയ നോക്കിയേ. ഇവിടെ എക്കോ ടൂറിസം കാര്യങ്ങളൊക്കെ ആക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. കാരണം വെച്ചാൽ ഇവിടെ ഒരു മനുഷ്യരില്ല. കാരണം വെച്ചാൽ ഇപ്പോഴല്ല ഞാൻ പറഞ്ഞ വെച്ചാൽ ഇവിടെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുവാണെങ്കിൽ ഇവിടെ നല്ലൊരു വ്യൂ ആണ്. ആൾക്കാർക്ക് എപ്പോഴും ഒന്ന് ഇരിക്കാനും കാണാനും ഒക്കെ ഒരു അടിപൊളി സ്ഥലമായിരിക്കും. എക്കോ ടൂറിസം ഭാവിയിലാവുമായിരിക്കും. അപ്പോൾ എന്തായാലും അടിപൊളിയായിരിക്കും. ഉള്ളതിൻ്റെ അതാണ് ഉപ്പ് കൊണ്ട് വെച്ചേക്കുന്നത് ഇവിടെ. എനിക്കൊന്ന് ആരോ വാങ്ങിച്ചുകൊണ്ട് വെച്ചായിരിക്കും. അത് തന്നെയാണ്. ഇവിടെ അട്ട കാണാൻ നല്ല ചാൻസ് ഉണ്ട്. ഇവിടെ ഇതാരൊക്കെ വൃത്തിയാക്കുന്നൊക്കെയാണ്, കുപ്പിയൊക്കെ പറക്കി വെച്ചേക്കുന്നുണ്ടല്ലോ. ഇവിടം വരെ ഉണ്ട് വഴിയും കാര്യങ്ങളൊക്കെ. എനിക്കൊന്ന് ഇവിടെ ജീപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്, ഇത് പ്രൈവറ്റുള്ള അങ്ങനെ വണ്ടി കടത്തി വിടത്തില്ല. മേളിലൊരു ഗേറ്റ് ഉണ്ട്, ഒരു വീടും അതിൻ്റെ ഫ്രണ്ടായിട്ടൊരു ഗേറ്റ് ഉണ്ട്. ആ വഴിയാണ് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ഇവിടെ ജീപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ടയറിൻ്റെ മാർക്കിങ്ങുകളുണ്ട് കിടപ്പുണ്ട്, കണ്ടില്ലേ. ഈ ഇടയ്ക്കെങ്ങാണ്ട് വന്നതാണ് മാർക്കിങ് കിടക്കുന്നുണ്ടല്ലോ. ഇവിടെ ജീപ്പും കാര്യങ്ങളൊക്കെ ഇറങ്ങി വരും. കാറൊക്കെ ഇറങ്ങി വരാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് അവർ കയറ്റി വിടുമെന്ന് ഇങ്ങോട്ട് ഇറക്കി വിടുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹിമാലയനും അങ്ങനെയുള്ള വണ്ടികളൊക്കെ ബൈക്കൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് സുഖമായിട്ട് ഇറങ്ങി വരാം. പക്ഷേ അവിടുന്ന് അവരിങ്ങോട്ട് ഇറക്കി വിടില്ല, അത് മാത്രമേ ഉള്ളൂ പ്രശ്നം. ഇറങ്ങി വരാൻ സിമ്പിളാണ്, പക്ഷെ തിരിച്ച് കയറിപ്പോകാനാണ് പാട്. ഇങ്ങനെ മല പോലെ കിടക്കുകയുണ്ടോ, ഇങ്ങനെ കയറിപ്പോകണം. നമ്മുടെ ഹെയർപിൻ വളവ് പോലെ കിടക്കുകയാണ്. ഞാനിപ്പോൾ കാണിച്ചു തരാം. നമ്മൾ മേളിൽ ചെല്ലുമ്പം പിന്നെ അടുത്ത വളവ് കിടക്കും, ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ്. സ്ട്രെയിറ്റായിട്ട് ഇങ്ങനെ ഇറങ്ങി വരാൻ പറ്റില്ല. ഇത് ഇവർ വണ്ടി പോകുന്നുള്ളതുകൊണ്ട് ഇവിടെ വഴി നല്ല കൃത്യമായിട്ട് കിടപ്പുണ്ട്. അമ്മേ അയ്യോ, ഞാൻ മുമ്പ് ഇവിടുന്ന് ഓടിച്ചുകൊണ്ട് പോയ വഴിയാണ്. അതാണ്ട് ഇവിടെ കിടക്കുന്നത്. എൻ്റെ ബാക്കി കണ്ടോ, അടുത്ത വരുമ്പം കണ്ടോ ഇങ്ങനെയാണ് കിടക്കുന്നത്. ഈ ഇവിടുന്ന് ഇങ്ങനെ കയറി പിന്നെ അടുത്ത വളവ് ഇങ്ങനെ മേളി വന്നു, അടുത്ത വളവ് ഇങ്ങനെ കയറി പോവാം. ബാക്കി സ്ഥലങ്ങളൊക്കെ നോക്ക്, ഫുള്ള് കാടാണ്. എവിടെ നിന്നാണ് ഇങ്ങനെ ഒഴുകിപ്പോകുന്നത്, ആ വെള്ളം ഒഴുകിപ്പോകുന്ന സ്ഥലം. ഇവിടെ കണ്ടൊക്കെ തന്നെ സൗണ്ട് കേൾക്കാം. അയ്യോ, എന്താണ്ടൊക്കെ അനങ്ങുന്ന അതിനകത്തൊക്കെ. എന്തായാലും ഇനിയും മേളിൽ ചെന്നിട്ട് കാണിച്ചു തരാം. ഞാൻ ഈ പത്തനംതിട്ടക്കാരനായിട്ട് ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. പക്ഷേ ഇവിടെയൊക്കെ ചോദിക്കുമ്പം ആൾക്കാരൊക്കെ കൊല്ലത്തുനിന്നും അവിടെ ഇവിടെ എന്നൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ഞാൻ എത്ര നാളിവിടെ ജീവിച്ചിട്ട് ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. ദൂരത്തു നിന്ന് കുറേ പേര് വരുന്നുണ്ട്. പക്ഷേ ഇത് ഇന്ന് വീക്കെൻഡ് ടൈമുകളിൽ മാത്രമേ ആൾക്കാർ ഇവിടെ കാണത്തുള്ളൂ, അല്ലാത്തപ്പോൾ ഇവിടെ ഒരു മനുഷ്യരും കാണത്തില്ല. വരുമ്പോഴും ഒറ്റയ്ക്ക് വരുന്നതിനെക്കാട്ടി നല്ലത് ആരെങ്കിലുമൊക്കെ കൂട്ട് വിളിച്ചുകൊണ്ട് പോകുന്നതായിരിക്കും. അതാകുമ്പം ഒരു അനക്കൊങ്കിൽ കാണും. അല്ലെങ്കിൽ ഈ കാട്ടികളൊക്കെ നടന്നു പോകുമ്പോഴേ ആരും കാണത്തില്ല, തന്നെ നടന്നു കൊണ്ടുവരും. അതുപോലെ തന്നെ ഇവിടെ അട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൂടെ സൂക്ഷിക്കണം. ഉപ്പൊക്കെ കരുതി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കണ്ടോ, ഇവിടെ വണ്ടി കയറിയേക്കുന്നതിൻ്റെ മാർക്കിങ് കിടക്കുന്നുണ്ടോ. അയ്യോ, നടക്കാൻ വയ്യ. താഴോട്ട് ഇറങ്ങിപ്പോകാൻ ഇത്രയും റിസ്ക് ഇല്ല, പക്ഷേ കയറിപ്പോകാനാണ്. കണ്ടോ വഴിയുണ്ടോ, ഇങ്ങനെ കിടക്കുകയാണ്. കറങ്ങി അവിടായിട്ട് വരും നമ്മുടെ വെള്ളച്ചാട്ടം. ഇനി എന്തായാലും ഞാൻ മേളിൽ ചെന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന വഴിയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നമ്മൾ നടന്ന് മുകളിലെത്തി. ഇങ്ങനെ വളവുകൾ ഒരു 5-6 ഉണ്ട്, സംതിങ് ഉണ്ട്, എണ്ണിയില്ല. ഏകദേശം 5-6 ഉണ്ട്. അവിടെ കണ്ടോ ഒരു ഗേറ്റ്, കാണിച്ചത് ഗേറ്റ് കണ്ടോ. അവിടെ നിന്നാണ് ഇറങ്ങി വരുന്നത്. ഇവിടെ ആയിട്ടൊരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, മിനറൽ വാട്ടർ കിട്ടും. തിരിച്ച് കയറി ചെല്ലുമ്പോൾ എന്തായാലും നമ്മുടെ കിളി പോകുന്നറിയാം. അതുകൊണ്ട് അവിടെ മിനറൽ വാട്ടറൊക്കെ കൊടുക്കുന്നുണ്ട്. ഇവിടെ നിന്നാണ് ഇറങ്ങി വരുന്നത്. നമ്മൾ
എന്തായാലും റോഡിൽ കയറട്ടെ. നമ്മൾ ഇവിടെ നിന്നാണ് താഴോട്ട് ഇറങ്ങിപ്പോയത്. ഇവിടോട്ടൊരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മിനറൽ വാട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടോ എഴുതി വെച്ചേക്കുന്നുണ്ടോ. അതുപോലെ തന്നെ പട്ടിയുണ്ട്, സൂക്ഷിക്കുക, അത് ബോർഡും ഉണ്ട്. അയ്യോ, അങ്ങനെ മേളിലെത്തി. നമുക്ക് നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഇവിടുന്ന് നല്ല വ്യൂ ആണ് കണ്ടോ. അമ്മേ, മഴയും കാര്യങ്ങളൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നിന്ന് നനയുക, അത് മാത്രമേ ഉള്ളൂ ഓപ്ഷൻ. വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം കയറി നിൽക്കാൻ ഒന്നുമില്ല. അല്ല പിന്നെ നല്ല മരത്തിനടിയെല്ലാം കയറി നിൽക്കണം. അയ്യോ, അങ്ങനെ എത്തി. നമുക്ക് ഇവിടുത്തെ വ്യൂ നോക്കുക, നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയുമായി വരുന്ന നമ്പറെ ബൈ. ആയിരിക്കും, നല്ല രസമുണ്ട് കാണാൻ. എന്തായാലും വരയ്ക്കണം മലകളും.